കേരളയിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ യാതൊരു ആവശ്യമില്ലാത്ത പ്രോജക്റ്റ്. ഞാൻ ഈ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്തതുപോലെ ഈ കോർപ്പറേഷൻ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. ഞാനിപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി പറയുകയല്ല, ഇത് എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ 1 വർഷത്തിനകത്ത് തിരുവനന്തപുരത്ത് ഒരിടത്തും വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാം. രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും വരാൻ പാടില്ല. ആ പണം ഗവൺമെൻറ് ചാനലിൻ്റെ കൂടെ ചാനലൈസ് ചെയ്യാനുള്ള എഫേർട്ടില്ല. ഈ ഡെവലപ്മെൻറ്റ് എന്താണെന്നോ പ്ലാനിങ് എന്താണെന്നോ ഒന്നുമില്ലാതെ അങ്ങ് മുമ്പോട്ട് പോകുക. ഒരുവിധമുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് എല്ലാം ചെന്നൈയിലാണ് വരുന്നത്. എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? കേരളത്തിൽ ഒരു പേര് കേട്ട ഒരു ഇൻവെസ്റ്റർക്കും ഇൻഡസ്ട്രിയിലും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം, വർക്ക് ചെയ്യാൻ കഴിവുള്ള യങ്സ്റ്റേഴ്സിനെ കിട്ടുന്നില്ല. ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം. ഈ 1,20,000 കോടി രൂപ വേറെ പല മേഖലകളിലും വളരെ ബുദ്ധിപൂർവം നിക്ഷേപിച്ചാൽ കേരളത്തിൽ ഈ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തൊഴിലവസരങ്ങളുണ്ട്. കാരണം ഒരു 4-5 ഊച്ചാളികൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ അണ്ടർപാസ് പാടില്ല, ഇവിടെ സിഗ്നൽ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഈ നാഷണൽ ഹൈവേയും സർക്കാരും എല്ലാം കൊണ്ടിരുന്ന് അത് സാധിച്ചു കൊടുക്കും. പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രസിയിലും കൈകടത്താൻ പോരുത്, ബ്യൂറോക്രസി പൊളിറ്റീഷ്യൻസിനും കൈകടത്താൻ പോരുത്. അവരവരുടെ ജോലി ചെയ്യും. നിയമപ്രകാരം എവിടാണ് സിഗ്നൽ വെക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഇതുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ അഭിജിത്ത് എസ് ഭാരതി. നമ്മൾ കുറച്ച് കാലം മുമ്പായിട്ട് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പല വ്യക്തികളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തനായിരിക്കുന്ന ഒരു അതിഥിയാണ് കിട്ടിയിരിക്കുന്നത്, ശ്രീ അനിൽകുമാർ പണ്ടാല. നമസ്കാരം സർ. നമസ്കാരം സർ. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട്, അല്ലെ നമ്മുടെ നാടിൻ്റെ മൊത്തത്തിലുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ ചർച്ചകൾ നന്നായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ ജനങ്ങളുടെ നല്ലൊരു പിന്തുണയും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങേക്ക് ഏകദേശം ഒരു 10-25 വർഷത്തിലധികം അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ടൗൺ പ്ലാനിങ്, കേരളത്തിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പല ഫീൽഡിലും അതുപോലെ തന്നെ പല പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനത്തിനെ അങ്ങ് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്തുന്നത് ഇതുവരെയുമുള്ള? കഴിഞ്ഞ ഒരു 2-3 ദശാബ്ദങ്ങളായിട്ട് കേരളത്തിൽ വലിയ വികസനം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. ഇൻഫാക്റ്റ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞാൽ പിന്നെ തന്നെ വളരെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മൾ പല ഇപ്പം വാട്സാപ്പൊക്കെ പോപ്പുലറായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മെസ്സേജസ് വരുന്ന കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഒരു 265ഓളം വ്യവസായങ്ങൾ ഇവിടെ പൂട്ടിച്ച കഥകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നു ഇതൊരു പ്രോപ്പഗാൻഡയാണെന്ന് തോന്നുന്നു. പ്രോപ്പഗാൻഡ അല്ല, അത് ശരിക്കും സംഭവിച്ച കാര്യങ്ങളാണ്. തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് എണ്ണി പറയാം ഒരുപാട് നല്ല ലീഡിങ് എഡ്ജ് കമ്പനീസ്, അതായത് അവരവരുടെ ലൈനിൽ മുമ്പിൽ നിന്ന കമ്പനീസ്, ഇന്ത്യയിൽ മുമ്പിൽ നിന്ന കമ്പനീസ് പൂട്ടിച്ച കഥകൾ നമുക്കറിയാം. അതൊരു പ്രത്യേകിച്ചൊരു പാർട്ടിയെയോ ഒന്നും നമ്മൾ കുറ്റപ്പെടുത്തേണ്ട, എല്ലാവരും അതിന് ഈക്വലി റെസ്പോൺസിബിൾ ആണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ കേരളം ശരിക്കും വികസിച്ചിട്ടേ ഇല്ല. എവിടായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അവിടെ തന്നെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും പറഞ്ഞാൽ പുറകിലാണ്. ഓരോ സർക്കാരുകളും വന്ന് വലിയ വലിയ വീമ്പിളക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഇപ്പം തന്നെ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞിട്ട് ധവളപത്രം ഇറക്കി, അതിൽ ഖണ്ഡിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഫിഗേഴ്സ് ഖണ്ഡിക്കാനൊന്നും പറ്റില്ല. ഇതേ ഫിഗേഴ്സ് വെച്ചിട്ട് ഇത് നാളെ നന്നാവുമെന്നും പറഞ്ഞാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പം വികസനം എന്ന് പറയുമ്പോഴത്തേക്ക് കേരളം ശരിക്കും വികസിച്ചിട്ടില്ല, ഒരു ഫണ്ടമെൻ്റൽ ലെവലിൽ വികസിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളിന്ന് അനുഭവിക്കുന്ന അഥവാ നമ്മൾ വീമ്പിളക്കുന്ന പല ഇൻഡിക്കേറ്റേഴ്സും, ഇപ്പം കേരളം എന്തിലാണ് വലിയ പറയുന്നത്, ലിറ്ററസി എന്ന് പറയും. ആ ലിറ്ററസി എന്ന് പറയുന്നത് എഴുതാനും വായിക്കാനും അറിയാം എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. നമുക്കറിയാം, 99% അറിയാം എന്ന് വയ്ക്കാം. പക്ഷേ ഡോക്ടർ ജയകുമാർ, നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാർ, ഞാൻ ഉൾപ്പെടുന്ന ഒരു വേദിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം
പിന്നെ റിസർച്ച് ചെയ്യുകയായിരുന്നു, ഒരു സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ റിസർച്ച് ചെയ്ത് PhD എടുക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അതിൽ റിസർച്ച് സബ്ജക്റ്റ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്നതും ഉൾക്കൊള്ളുന്നതും തമ്മിലുള്ള റിലേഷൻഷിപ്പായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇതിൽ ആരാണ് ഏറ്റവും ഇന്ത്യയിലെ സ്റ്റേറ്റ് വൈസായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് സ്റ്റേറ്റാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും മലയാളികളാണ്. കാരണം എഴുതാനും വായിക്കാനും അറിയാം, പ്രഗത്ഭരാണ് എന്ന് വിചാരിക്കും. ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ബീഹാറാണ്, അവർ വളരെ മോശമാണ് വിദ്യാഭ്യാസത്തിൽ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ് വാസ് ലിറ്ററലി എ സർപ്രൈസ്. അതിശയമായി പോയി. പുള്ളിയുടെ ഈ ഇൻഡിസസ് എല്ലാം എടുത്തു കഴിഞ്ഞ് അത് കമ്പ്യൂട്ട് ചെയ്ത് വെളിയിൽ വന്നപ്പോഴത്തേക്ക് ബീഹാറാണ് ടോപ്പിൽ നിൽക്കുന്നത്, കേരളമാണ് ഏറ്റവും താഴെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നമ്മളുടെ ശരിക്കുള്ള ഇൻഹറൻറ്റ് കഴിവുകൾ ഉപയോഗിച്ച് നമ്മൾ ഈ പ്രദേശത്തെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് വികസനം എന്ന് പറയുന്നത്. വികസനത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട എന്താണ്? നമുക്കിവിടെ ഓരോരുത്തരുടെയും ഇൻകം ഇൻക്രീസ് ചെയ്യണം. ആ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതോടുകൂടി തന്നെ പല പാരാമീറ്റേഴ്സിലും നമ്മൾ പ്രശ്നം വരുത്തുന്നില്ല എന്ന് തീരുമാനിക്കണം. ഇപ്പം നമ്മൾ റാമ്പൻ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പല ഇപ്പോൾ എൻവയൺമെൻ്റ് ആയാലും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ഇതിനെയൊക്കെ ഒരുപാട് അത് ബാധിച്ചു എന്ന് വരാം. അപ്പം ഇതൊന്നും ബാധിക്കാതെ ഒരു ബാലൻസ്ഡ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വരുന്നതിനാണ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുടിവെള്ളം, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും കുറേ ഫ്ലാറ്റുകൾ കിട്ടിയാൽ ഡെവലപ്മെൻ്റ് ആവും. അത് തികച്ചും മണ്ടത്തരമാണ്. നമ്മളിവിടെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുടിവെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം, പിന്നെ ജീവിക്കാനുള്ള അടുക്കളയിൽ പാചകം ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടണം, ബാക്കിയുള്ള ഫെസിലിറ്റീസ് കിട്ടണം, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് കിട്ടണം. ഇതെല്ലാം വരുമ്പോഴാണ് ഡെവലപ്മെൻറ്റിൻ്റെ ബേസിക്സ് ആവുന്നത്. ആ ഒരു ലെവലിൽ നോക്കിയാൽ കേരളം എംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തിട്ടില്ല, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ശരിക്കും ഇൻക്രീസ് ചെയ്തിട്ടില്ല. പിന്നെ കേരളം എന്തുകൊണ്ടാണ് വീമ്പ് ഇളക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതാണ് വലിയൊരു തെറ്റ്. നമ്മുടെ ഇവിടെ ഗൾഫ് പണമാണ് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ സ്റ്റേറ്റിനെ മാറ്റിയിരിക്കുന്നത്. അത് വളരെ ഒരു ഡെലിക്കേറ്റ് ബാലൻസാണത്. ആ ഗൾഫ് പണം വരുന്നതിനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ഉള്ള പദ്ധതികളില്ല, ഉപയോഗിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. ആ പണം ഗവൺമെൻറ് ചാനലിൻ്റെ കൂടെ ചാനലൈസ് ചെയ്യാനുള്ള എഫേർട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഓരോ കുമിള പോലെ ഓരോന്ന് പൊങ്ങി വരുമ്പോൾ ആ വരുന്ന ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ആ ഡെവലപ്മെൻറ്റിനെ ആ പ്രദേശവുമായിട്ടും നമ്മുടെ സ്റ്റേറ്റുമായിട്ടും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു എഫേർട്ടുമില്ല. അത് ചുരുക്കം പറഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റ് എന്താണെന്നോ പ്ലാനിങ് എന്താണെന്നോ ഒന്നുമില്ലാതെ അങ്ങ് മുമ്പോട്ട് പോകുക. വളരെ ഒരു ലേമൻസ് ടെർമിനോളജി പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണക്കാരന് മനസ്സിലാകുന്ന ടെർമിനോളജി പറഞ്ഞാൽ രണ്ട് ഇതുണ്ട്. നമുക്ക് ലൈൻ ഓഫ് ഇതെടുക്കാം. ഒന്ന് പോയ വഴിയെ അടിക്കുക, അല്ലെ അടിച്ച വഴി പോവുക. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? പോയ വഴിയെ അടിക്കുക എന്നുള്ള ആ പോയ വഴിയെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന പണമുണ്ട് എന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റിയാൽ നമ്മൾ പോകുന്നത് അഗാധമായിട്ടൊരു ഗർത്തത്തിലേക്കാണ്. അതുകൊണ്ട് കേരളത്തിന് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ഇനി ഇതിനൊരു കമ്പാരിസൺ കൂടെ പറയാം. ഇപ്പം നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു 500 കോടി രൂപയുടെ ഒരു ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് വരുന്നു, അത്രയൊന്നും വരുന്നില്ല, അത് വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. 500 കോടി രൂപ, 100 കോടി രൂപ, 200 കോടി രൂപ. അയൽ സംസ്ഥാനങ്ങൾ പറയുന്ന 20,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സാണ്, 15,000 കോടി രൂപ. ഈ കോടി രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വരുന്നത് എംപ്ലോയ്മെൻറ്റാണ്. ആ എംപ്ലോയ്മെൻറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇപ്പം ശ്രീ ഉമ്മൻചാണ്ടി CM ആയിരുന്നപ്പോൾ, പിന്നെ UDF സർക്കാർ ഇരുന്നപ്പോൾ പറഞ്ഞു, പിന്നെ BMW കാക്കനാട്ട് എന്തെന്നോ തുടങ്ങാൻ പോകുന്നു, ഇന്ത്യയുടെ ഡെട്രോയിറ്റായിട്ട് മാറും കേരളം, കൊച്ചി എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ഡെട്രോയിറ്റ് ചെന്നൈയാണ്. ഒരുവിധമുള്ള ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് എല്ലാം ചെന്നൈയിലാണ് വരുന്നത്. എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല?
ഞാനൊരു വളരെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഡിസ്പ്ലേ മാനുഫാക്ചറർ, അതായത് നമ്മുടെ ടി വി അങ്ങനെയുള്ള പാനൽസും ഒക്കെ ചെയ്യുന്ന അവരെ ഞാൻ യാദൃച്ഛികമായിട്ട് എൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്നവരുമായിട്ട് എനിക്ക് ബന്ധപ്പെടാനൊരു അവസരം കിട്ടി. അവസരം കിട്ടിയപ്പോൾ ഞാൻ ഈ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയുള്ള ഈ അടുത്ത കാലത്താണ്, ഒരു 5-6 വർഷം മുമ്പ് ഞാൻ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, ഈ നിങ്ങൾ തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഫാക്ടറി തുടങ്ങും, കാരണം ഗ്ലോബൽ പ്രൊഡക്ഷൻ ഇങ്ങോട്ട് മാറ്റാൻ നോക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങും, ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നുണ്ട്, അത് യാഥാർത്ഥ്യമായിട്ടുണ്ട്, അപ്പം അവിടെ തുടങ്ങും, അപ്പോൾ അവിടെ എക്സ്പോർട്ട് ചെയ്യാനും സൗകര്യമുണ്ട്. അപ്പോൾ എടുത്തതായി പറഞ്ഞു, അവിടെ എക്സ്പോർട്ട് ഇത് ഗേറ്റ് വേ പോർട്ട് അല്ലല്ലോ, അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു അതൊക്കെ വരും, ഇല്ലെങ്കിൽ നിങ്ങൾ വരുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉള്ള സ്വാധീനം വെച്ചിട്ട് ഞാൻ പലരെയും ഒന്ന് ഇൻട്രസ്റ്റ് എടുപ്പിക്കാൻ പറയാം, ചിലപ്പോൾ അത് നടക്കും, നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് കാണാമല്ലോ, തീർച്ചയായിട്ടും. പക്ഷേ അതൊരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ, നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യൂ, അവർക്ക് താല്പര്യമില്ല. കാരണം കേരളത്തിൽ ഒരു പേര് കേട്ട ഒരു ഇൻവെസ്റ്റർക്കും ഇൻഡസ്ട്രിയിലും പണം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2008 ഞാൻ വളരെ ഉന്നതിയിലിരിക്കുന്ന ഇന്ത്യയിലെ ഇൻഡസ്ട്രിയലിസ്റ്റുമായിട്ട് ബോംബെയിലൊന്ന് സംവദിക്കാൻ ഇടയുണ്ടായി. അപ്പോഴും അവർ പറഞ്ഞു കേരളത്തിൽ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ നമ്മൾ വേറൊരു ചർച്ചയിൽ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. പക്ഷേ ഈ പറഞ്ഞ കമ്പനിയെ ഞാനിവിടെ വളരെ ട്രൈ ചെയ്തു, അവർക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പിന്നെ എൻ്റെ രണ്ടാമത്തേത് പറഞ്ഞു, നിങ്ങൾ തിരുനെൽവേലി സൈഡിൽ വല്ലതും ചെയ്യും, അപ്പോൾ ഇതുവഴി പിന്നെ നിങ്ങൾക്ക് ഈ വിഴിഞ്ഞം പോർട്ട് ഉപയോഗിക്കാം, തിരുവനന്തപുരം പോർട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം, തിരുനെൽവേലി സൈഡിൽ വല്ലതും ചെയ്യാം, ഇഷ്ടംപോലെ ലാൻഡുണ്ട്, പിന്നെ ഇഷ്ടംപോലെ നല്ല വർക്കേഴ്സ് ലെവലുണ്ട്. ഈ കേരളത്തിൽ നിക്ഷേപിക്കാൻ താല്പര്യമില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടുത്തെ CITU അല്ല, ഇവിടെ വർക്ക് ചെയ്യാൻ കഴിവുള്ള യങ്സ്റ്റേഴ്സിനെ കിട്ടുന്നില്ല. ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലമാണ് ഇത്. 2-3 വളരെ ഹൈ ലെവലിലിരിക്കുന്ന കമ്പനീസിൻ്റെ ജനറൽ മാനേജർ ലെവലുള്ളവർ പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇവിടെ ലാൻഡിൻ്റെ യൂസിനും ലിമിറ്റേഷൻ ഉണ്ട്. ആക്ച്വലി ഈ ലാൻഡ് സെറ്റിൽമെൻറ്റ് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയും തുടങ്ങാൻ പറ്റില്ല, കൃഷിയും ചെയ്യാൻ പറ്റില്ല. കാരണം ലാൻഡ് സീലിംഗ് വന്നിട്ട് ഇത്ര ഏക്കറിൽ കൂടുതൽ സാധനം കാര്യം ഒരു 5-6 ഏക്കറിനകത്ത് എന്ത് തുടങ്ങാൻ പറ്റും? കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലും വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസീവായിട്ടൊരു സാധനം വേണ്ടേ, ഒരു പ്രോപ്പർട്ടി വേണ്ടേ. പക്ഷെ ഇതൊക്കെ മൊത്തത്തിൽ നമ്മൾ ഒരുപാട് പുറകിലേക്ക് അടിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാൻഡ് അക്വിസിഷൻ ഒരു പ്രോബ്ലം അല്ല, നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പലപ്പോഴും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനം പറഞ്ഞാൽ എളുപ്പം നമ്മളത് റിസീവ് ചെയ്യും. അതാണ് സൈക്കോളജി ഉപയോഗിക്കുന്നത്. ലാൻഡ് എത്ര വേണമെങ്കിലും ഇവിടെ എടുക്കാം. കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമ്മൾ ആരും ഈ സ്ഥലം നമ്മൾ അതിൻ്റെ ഉടമസ്ഥരല്ല. നമുക്ക് കൈവശം വെച്ച് അനുഭവിക്കാനുള്ള അവകാശം മാത്രമേ തരുന്നുള്ളൂ. അപ്പം അതിൻ്റെ ബേസിസിൽ തന്നെ ഈ ഒരു സർക്കാരിന് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാമെങ്കിൽ സർക്കാരിന് സ്ഥലം ഏറ്റെടുക്കാൻ ഒരു പ്രശ്നവുമില്ല. 17 സ്റ്റെപ്സ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17 സ്റ്റെപ്സ് അടങ്ങുന്നതാണ് ലാൻഡ് അക്വിസിഷൻ പ്രോസസ്സ്. ആ പ്രോസസ്സ് വളരെ കൃത്യമായിട്ട് ചെയ്തു പോയാൽ ഒരു കോടതിയിലും ഒരു എതിർപ്പും നിലനിൽക്കില്ല. അത് കാരണം തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതിയിൽ 5200 ചിൽവാനം പാർസൽസ് ഓഫ് ലാൻഡാണ് ഞങ്ങൾ ഞങ്ങൾ അക്വയർ ചെയ്തത്. അതിൽ 7-8 കേസ് മാത്രമേ ഉള്ളൂ. അതും സർക്കാർ ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് മാത്രമേ അത് പോയുള്ളൂ, ഇല്ലെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഇത്രയും സ്ഥലം നമുക്ക് ഏറ്റെടുക്കാമെങ്കിൽ ലാൻഡ് ഒരു പ്രശ്നമേ അല്ല. ഇപ്പം ഒരു നല്ലൊരു ഫാക്ടറിക്ക് 500 ഏക്കർ വേണം, അല്ലെങ്കിൽ 1000 ഏക്കർ വേണം, അതെടുക്കാൻ സർക്കാരിന് നോട്ടിഫൈ. ഇപ്പം കേരളിനെ എടുത്തില്ലേ, കേരളിനെടുത്ത് അതിൽ വന്ന ഒരു രാഷ്ട്രീയ ആംഗിളാണ് അതിനെ പ്രശ്നം ഉണ്ടാക്കിയത്. എനിക്ക് തന്നെ 3-4 കേസസ് എനിക്കറിയാം, 3-4 കുറേ കേസ് എനിക്കറിയാം. ആക്ച്വലി കേരളയിൽ ഒരു സക്സസ്ഫുൾ പ്രൊജക്റ്റ് ആണോ? കേരളയിൽ ഒരിക്കലുമല്ല. കേരളയിൽ മാത്രമല്ല, കേരളത്തിൽ ഒരു ഹൈസ്പീഡ് റെയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ യാതൊരു ആവശ്യമില്ലാത്ത പ്രോജക്റ്റ്. കാരണം ഞാൻ 2014 കാലഘട്ടത്തിൽ ഞാൻ വർക്ക് ചെയ്ത കമ്പനി ILFS എന്ന് പറയുന്ന കമ്പനിയുടെ
ഞങ്ങളാണ് റെയിൽ സെക്ടറുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് റാപ്പിഡ് മെട്രോ എന്ന് പറയുന്ന ഗുർഗാം മെട്രോ അത് ഞങ്ങളുടെ കമ്പനി ചെയ്തതാണ്. അപ്പം ഞാൻ 2-3 തവണ സ്പെയിനിലുമൊക്കെ പോയിട്ട് അവിടെ റെൻഫെയുടെ ആൾക്കാരുമായിട്ടൊക്കെ കാണുകയുണ്ടായി. ഞാനിതിനെപ്പറ്റി ഒരു ചെറിയൊരു സ്റ്റഡി നടത്തി. എൻ്റെ സ്വന്തമായിട്ടല്ല, എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യാനായിട്ട്, കേരളത്തിലൊരു ഹൈ സ്പീഡ് റെയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിച്ച് വന്ന് അതിൻ്റെ കംപ്ലീറ്റ് എസ്റ്റിമേറ്റ്സൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് 2014-15 കാലഘട്ടത്തിൽ ഓപ്പറേഷണൽ ബ്രേക്ക് ഈവൻ, അതായത് നമുക്ക് ദൈനംദിന ചെലവ് മീറ്റ് ചെയ്ത് പോകണമെങ്കിൽ 1 കിലോമീറ്ററിന് 17 രൂപ ചാർജ് ചെയ്യണം. കിട്ടാവുന്ന 300 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാവുന്ന റെയിൽ സിസ്റ്റം. ഇപ്പോൾ തിരുവനന്തപുരം എറണാകുളം എന്ന് പറയുന്നത് നമുക്ക് ഏതാണ്ട് 3/4 മണിക്കൂർ നമുക്ക് പോകാം. 2 സ്റ്റോപ്പും കൂടെ നമുക്ക് കണക്കാക്കി 3/4 മണിക്കൂറിൽ തിരുവനന്തപുരം എറണാകുളം കവറാണ്. പക്ഷേ 17 രൂപ പെർ കിലോമീറ്റർ. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം എറണാകുളം എന്ന് പറയുന്ന അന്ന് ഏതാണ്ട് 3200 രൂപ വരും ടിക്കറ്റ് വില. എത്ര വർഷം മുമ്പത്തെ? 2014-15 കാലം. എനിക്കൊന്ന് ടാക്സി പിടിച്ചപ്പോൾ ഇന്ന് അതൊരു 6000 രൂപ വരും ഹൈ സ്പീഡ് റെയിൽ. ഇത് ഓപ്പറേഷണൽ ബ്രേക്ക് ഈവൻ, അതായത് ദൈനംദിന കാര്യങ്ങൾ നടന്നു പോകത്തക്ക രീതിയിലുള്ള. പ്രോജക്റ്റ് ബ്രേക്ക് ഈവൻ വരില്ല, അതൊരിക്കലും വരാൻ പറ്റില്ല. ലോകത്തൊരിടത്തും പ്രോജക്റ്റ് ബ്രേക്ക് ഈവനിൽ ഒരു മെട്രോയും ഒരു റെയിൽ സിസ്റ്റവും വർക്ക് ചെയ്യുന്നില്ല. അപ്പം അന്ന് നമ്മളിത് കണക്കാക്കി നോക്കിയപ്പോൾ ഇത് ഒരു കേരളത്തിന് ഇതൊരു അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മരിച്ചുപോയ ഒരു പൊതുപ്രവർത്തകനുണ്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയ കോൺഗ്രസ് KSUവിൻ്റെയൊക്കെ ലീഡറായിരുന്ന പുള്ളിയുടെ പേരെനിക്കിലിപ്പം വരില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഇതൊരു കളിപ്പാട്ടമാണെന്ന് പറയുന്നത്. ശരിക്കും അതാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞിനൊരു കളിപ്പാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പുറത്തും ഒരു കളിപ്പാട്ടം വാങ്ങിച്ച് വെക്കുന്ന പോലെ ആണ് ഈ ഹൈ സ്പീഡ് റെയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ സാമ്പത്തിക സൈഡ്, ഇതിൻ്റെ ആവശ്യം, നീഡ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് എത്ര? 1,20,000 അന്ന് നമ്മളെ പറഞ്ഞ് കേരളിൻ്റെ പറഞ്ഞത് 65,000 കോടി എന്നാണ്. യാതൊരു കാരണവശാലും അതിൽ തീരില്ല. അത് നമുക്കൊരു എസ്റ്റിമേറ്റ് ഡിസ്കസ് ചെയ്യാമെങ്കിൽ ഞാൻ അതിൽ പങ്കുചേരാം, പ്രശ്നമൊന്നുമില്ല. ഒരു കാരണവശാലും 60,000 കോടിയിൽ തീരില്ല. ഇന്നിപ്പോൾ 60,000 എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ അതൊരു 1,20,000 കോടിയിലേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അത് തീരുമ്പോഴത്തേക്ക് 2 ലക്ഷം കോടിയാവും. കേരളത്തിന് 5 ലക്ഷം കോടി കടമുള്ളൊരു കേരളം. ആ കടം തീർക്കാനായിട്ട് ഏതാണ്ട് 3 മാസം കൂടുമ്പോൾ 26,000 കോടി വെച്ച് കൊടുക്കേണ്ടി വരുന്നൊരു കേരള സംസ്ഥാനത്തിന് ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് പോകണോ എന്നാലോചിക്കണം. ഇപ്പോൾ എനിക്കൊരു കാറ് വേണമായിരിക്കും, പക്ഷെ ഞാൻ ബെൻസ് കാറേ വാങ്ങിക്കുമെന്ന് പറയുന്നത് നിന്ന് കഴിഞ്ഞാൽ, അഥവാ BMW വാങ്ങിക്കുമെന്ന് പറയുന്നത് അത് ആവശ്യമുണ്ടോ എന്ന് നോക്കണ്ടേ? നമുക്കത് പറ്റില്ല. നമുക്കതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ അത്രയും GST ഒന്നുമില്ല. ശരി, തൊഴിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. എത്ര തൊഴിലുണ്ടാക്കും? ഈ 1,20,000 കോടി എന്ന് വെച്ചോളൂ, 2 ലക്ഷം എന്ന് പറയണ്ടേ. ഈ 1,20,000 കോടി രൂപ വേറെ പല മേഖലകളിലും വളരെ ബുദ്ധിപൂർവം നിക്ഷേപിച്ചാൽ കേരളത്തിൽ ഈ ഹൈസ്പീഡ് റെയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി തൊഴിലവസരങ്ങളുണ്ടാക്കാം. കേരളത്തിന് ആവശ്യം തൊഴിലവസരമാണ്. അത് തന്നെ ഒരു വിരോധാഭാസമാണ്. കാരണം നമ്മൾ ഇറങ്ങിയിട്ട് ഒരു അക്കൗണ്ടൻറ്റിനെ വേണം, ഇല്ലെങ്കിൽ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിനെ വേണം, അല്ലെങ്കിൽ ഒരു സർവീസ് എഞ്ചിനീയറെ വേണം, അല്ലെങ്കിൽ ഒരു കാർപ്പൻറ്ററിനെ വേണം. നോക്കി ആരെയും കിട്ടാനില്ല.
കാരണം എന്താണ്, ഇതിനിവിടെ ആ തൊഴിലിൽ തന്നെ ഒരു റിഫൈൻമെൻറ്റ് വന്നിട്ടില്ല. ഇതിൻ്റെ ഓരോരുത്തർക്കും തൊഴിൽ ചെയ്യുവാനുള്ള ഒരു ആസക്തിയാണ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഇവിടെ അല്ലാതെ പണം ഒഴുകുകയാണ്. അതാണ് നേരത്തെ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് പണം. അല്ലാതെ ഇവിടെ ഒരു പ്രൊഡക്റ്റീവ് എക്കോണമി അല്ലത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കേരയിൽ എന്ന് പറയുന്നത് ചിലപ്പം പിന്നെ ഇവർക്ക് വേണ്ടി മാത്രമുള്ളൊരു യാത്ര, ഈ പണമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു യാത്രാ പദ്ധതിയാണെങ്കിൽ ശരി, അത് പക്ഷേ എക്കോണമിക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ഉണ്ടാക്കില്ല എന്നുള്ളതാണ്. അപ്പം അതാണ് ആ എക്കണോമിക് സൈഡിലുള്ളത്. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു കാരണവശാലും പ്രോഫിറ്റബിൾ ആകില്ല. നമുക്ക് വേറെ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. ഇത് എത്രയൊക്കെ ഹൈ സ്പീഡെന്ന് പറയുമ്പോൾ നമുക്ക് ഹൈ സ്പീഡാണ്. ഇപ്പോൾ തിരുവനന്തപുരം ബൈപ്പാസ് പോലാണ്. ബൈപ്പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ഹൈവേ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ നഗരത്തിനെ ബൈപ്പാസ് ചെയ്യാനാണ് ബൈപ്പാസ് കൊടുക്കുന്നത്. ബൈപ്പാസിൽ ഒരിടത്തും സിഗ്നൽ വെച്ച് ക്രോസ് ചെയ്യിപ്പിക്കില്ല. അത് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ കാണൂ, ലോകത്ത് ബൈപ്പാസിൽ. കാരണം ഒരു 4-5 ഊച്ചാളികൾ എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ അണ്ടർപാസ് പാടില്ല, ഇവിടെ സിഗ്നൽ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഈ നാഷണൽ ഹൈവേയും സർക്കാരും എല്ലാം കൊണ്ടിരുന്ന് അത് സാധിച്ചു കൊടുക്കും. വിവരമുള്ളവർ വിവരമില്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ജോലി. ഞാൻ പലതും പറയും, പക്ഷേ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ചെയ്യാവൂ. പറ്റില്ലെങ്കിൽ അത് എന്തുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം അവർ. അല്ല ചുമ്മാ നീ എന്തോ പറഞ്ഞോ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ പാടില്ല. ഒരു പിന്നെ സംവാദവും അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു ആസക്തിയൊക്കെ വേണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയ വഴിയെ അടിക്കുക. ഒരു 4-5 ഉച്ചാളികൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഇവിടെ പിന്നെ ഈ റോഡ് അങ്ങോട്ട് ഈ നാഷണൽ ഹൈവേ വഴി ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉടനെ അത് സാധിച്ചു കൊടുക്കും. എന്നിട്ട് അവിടെ ഒരു സിഗ്നൽ വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. യാതൊരു പിന്നെ റിസോഴ്സസ് ചാനലൈസ് ചെയ്ത് അതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടി പിന്നെ ഉപയോഗിക്കുവാനായിട്ട് ഇവിടെ മാറി മാറി വന്ന സർക്കാരുകളിൽ ആർക്കും അതിനുള്ള ഒരു പിന്നെ ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലേ ബാക്കി വരാം. മാത്രമല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അണികളെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാരണം എന്താണ്, ഇനി താഴോട്ട് കുറച്ചും കൂടെ വരികയാണെങ്കിൽ ഇതെല്ലാം യൂണിയനൈസ്ഡാണ്. സർക്കാരാണെങ്കിലും അല്ലെങ്കിലും എല്ലാം യൂണിയനൈസ്ഡാണ്. ആ യൂണിയനിൽ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് പബ്ലിക് ഒപ്പീനിയൻ ആണ്. ആ ഒപ്പീനിയൻ തെറ്റാണോ ശരിയാണോ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ് സർക്കാരിൻ്റെ ജോലി. സാറി പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം നമ്മളീ പറയുന്നത് ബൈപ്പാസിൽ മിക്കയിടത്തും സിഗ്നലുകൾ വയ്ക്കുന്നത് അത് പ്രധാനമായിട്ടും ഈ അവിടെ ഉണ്ടായിരുന്ന ചില ലോക്കൽ കച്ചവടക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതുവഴി അണ്ടർപാസ് പാടില്ല, ഇതുവരെ ഫ്ലൈ ഓവർ പാടില്ല. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല, കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കടയെല്ലാം ചത്ത് കെട്ടു പോകും. പക്ഷേ ഈ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ജീവിതത്തിൽ നിങ്ങൾ കൂടുതലും ബുദ്ധിമുട്ടുണ്ടാക്കി വയ്ക്കുകയാണ്. പക്ഷേ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇവിടെ ഉണ്ടായിരിക്കുന്ന റൂളിംഗ് ഗവൺമെൻറ്റിനൊന്നും സാധ്യമാകുന്നില്ല, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. ഇത് ഇന്നിപ്പം കേന്ദ്ര സർക്കാർ ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിക്കും, പിന്നെ BJP ആണോ RSS ആണോ മോദി സപ്പോർട്ടറാണോ എന്നൊക്കെ ചോദിക്കും. ഞാനിതൊന്നുമല്ല. അഥവാ ആണെന്ന് വേണേൽ പറയാം. പ്രൊഫഷണലായിട്ട് ഒരാളൊരു കാര്യം ചെയ്താൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ കാഴ്ചപ്പാടിൽ when you can accept the best work of your worst enemy, then you become a statesman. നമ്മളൊരു സ്റ്റേറ്റ്സ്മാൻ, നമ്മൾ ഓരോരുത്തരും ഒരു സ്റ്റേറ്റ്സ്മാൻ ആകാൻ നോക്കുക. അതായത് നമ്മുടെ എതിരാളികളുടെ നമുക്ക് തീരെ ഇഷ്ടമല്ലാത്തവരും നല്ല കാര്യം ചെയ്താൽ നല്ലതാണെന്ന് പറയാൻ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വേണം. ഈ പിന്നെ നമ്മുടെ ഈ സംവിധാനത്തിൽ 2 തട്ടുകളുണ്ട്. ഒന്ന് ബ്യൂറോക്രസി, ഒന്ന് പൊളിറ്റീഷ്യൻസ്, പൊളിറ്റിക്സ്. ഇത് രണ്ടുമാണ് നമ്മളുടെ ചുറ്റുപാടുകളെല്ലാം പിന്നെ തീരുമാനിക്കുന്നത്. ബ്യൂറോക്രസിയുടെ ജോലി പ്രൊഫഷണലിസമാണ്. അതായത് വീട്ടിലെ ഒരച്ഛനും അമ്മയും ആണെങ്കിൽ ബ്യൂറോക്രസിയുടെ ജോലി അച്ഛൻ്റെ ജോലിയാണ്. രാഷ്ട്രീയക്കാരൻ്റെ ജോലി അമ്മയുടെ ജോലിയാണ്. അതായത് പ്രൊഫഷണലിസം, അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും മക്കളെ ഒരു ലെവലിൽ വരെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് അമ്മയുടെ ജോലി. രാഷ്ട്രീയക്കാരൻ അമ്മയുടെ ജോലിയാണ് ചെയ്യേണ്ടത്, പക്ഷേ ബ്യൂറോക്രസി അച്ഛൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ബ്യൂറോക്രസിയും
ഈ പിന്നെ പൊളിറ്റിക്കലായിട്ട് അലൈൻ ചെയ്തിട്ട് ഇവർ ഓരോരുത്തരെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതാണ് കേരളത്തിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോബ്ലം. സെൻട്രൽ ഗവൺമെൻറ്റിന് അങ്ങനല്ല. സെൻട്രൽ ഗവൺമെൻറ്റിൽ നല്ലൊരു പരിധി വരെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആനിമൽ കിങ്ഡം തന്നെ നോക്കിയാൽ, ഇപ്പം ലയണിൻ്റെ ഫാമിലി, ഒരു ഫാമിലി പിന്നെ ലെവലിൽ പോകുന്ന സിംഗിൾ മേറ്റ് ഫാമിലി എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും ആനിമൽ കിങ്ഡത്തിൽ പല ആനിമൽസിനും ഉണ്ട്. ലയണാണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു, അല്ലെങ്കിൽ ആന നമുക്ക് നല്ലൊരു എക്സാമ്പിളാണ്. അവിടെ ഈ ലയൺ പിന്നെ ഭയങ്കര ഒരു ടഫ് ഫിഗറാണ്. ലയൺ കബ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്നത് ലയണാണ്. അത് വളരെ സീരിയസ് ആയിട്ടാണ് ട്രെയിൻ ചെയ്യുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാനായിട്ട്. പക്ഷേ എപ്പോഴെങ്കിലും അതിര് വിടുമ്പോൾ ലയണസ് അവിടെ കാണും. ലയണസ് ഈ ലയണിൻ്റെ മുഖത്ത് ചാടും ലയണസ്. അതിന് പിന്നെ അവർ തമ്മിൽ അടികൂടുമെന്നല്ലേ, ലയൺ തിരിച്ചങ്ങ് പോകും. അപ്പോൾ അതേ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ബ്യൂറോക്രസിയും പൊളിറ്റീഷ്യൻസ് തമ്മിൽ വേണ്ടത്. എല്ലാത്തിലും കൈകടത്താൻ പോകരുത്. പൊളിറ്റീഷ്യൻസ് ബ്യൂറോക്രസിയിലും കൈകടത്താൻ പോരുത്, ബ്യൂറോക്രസി പൊളിറ്റീഷ്യൻസിനും കൈകടത്താൻ പോരുത്. അവരവരുടെ ജോലി ചെയ്യുക. ചിലയിടത്ത് ചില പ്രശ്നങ്ങൾ വരും, രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ട്, സീനിയർ ലെവലിൽ ഇടപെട്ടിട്ട് ഇത് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ശകലം ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി വന്നപ്പോൾ PPP പ്രോജക്റ്റ് ആയത് കാരണം എനിക്ക് പിന്നെ അൺബ്രിഡിൽഡ് പവറാണ്. സർക്കാരിന് പോലും ഇല്ലാത്ത പവർ എനിക്കുണ്ട്. ആ ലാൻഡിങ് തന്നു കഴിയുമ്പോൾ ആ റോഡ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്ക് അൺലിമിറ്റഡ് പവറാണ്. പക്ഷേ എൻ്റെ സ്ഥലത്ത് വേറെ ആളായിരുന്നെങ്കിൽ ഒരുപാട് ഫേവറിറ്റിസം ചെയ്യാൻ നല്ല ചാൻസായിരുന്നു. ഞാനൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്തൊരു മുതിർന്ന മന്ത്രി എന്നെ വിളിച്ച്, മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട്, മന്ത്രി വിളിച്ച് പറഞ്ഞിട്ട്, മന്ത്രിയുടെ ഓഫീസിൻ്റെ PS എനിക്കറിയാം, അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സിഗ്നൽ വെക്കുന്നത് എൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ഹോട്ടലിൻ്റെ മുമ്പിലാണ്, അതിൻ്റെ പോള് വരുന്നത് അത് അദ്ദേഹത്തിൻ്റെ എൻട്രൻസിൻ്റെ മുമ്പിലാണ്. ശരിക്കും എൻട്രൻസിൻ്റെ മുമ്പിലൊന്നുമല്ല, എൻട്രൻസിൻ്റെ ഒരു സൈഡിലാണ്. പക്ഷേ ഫുട്പാത്ത് 2 മീറ്റർ ഫുട്പാത്ത് എൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇതൊരു തടസ്സമൊന്നുമല്ല. അതൊക്കെ വെക്കാൻ പാടില്ല, അത് അവിടെ സിഗ്നൽ വെക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, അവിടെ പെഡസ്ട്രിയൻ സിഗ്നലും വരുന്നുണ്ട്, പെഡസ്ട്രിയൻ ലൈൻ വരുന്നുണ്ട്. നേരെ അദ്ദേഹത്തിൻ്റെ കടയിലോട്ടാണ് കയറി ചെല്ലുന്നത്, ഹോട്ടലിലോട്ടാണ് കയറി ചെല്ലുന്നത്. അല്ല, അത് വേണ്ട, അത് മാറ്റണം. ഭയങ്കരമായിട്ടുള്ള പ്രഷർ വന്നു, ഭയങ്കരമായിട്ടുള്ള പ്രഷർ വന്നു. ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, മന്ത്രിയെടുത്ത് പറയൂ, എഴുതി തരാൻ പറയും. കാരണം അപ്പം പറഞ്ഞ് മന്ത്രി എഴുതി തരും. ഞാൻ പറഞ്ഞു, അങ്ങനെ എടുത്ത് ചാടരുത്, ഞാൻ എൻ്റെ ഭവിഷ്യത്തും കൂടെ പറയാം. മന്ത്രി എഴുതി തന്നു കഴിഞ്ഞാൽ നാളെ അവിടെ ഒരു കൊച്ചു കുട്ടി എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ്, അതിൻ്റെ കാതലായ പ്രശ്നം ഈ സിഗ്നൽ വെച്ച സ്ഥാനം തെറ്റാണ് എന്ന് പറഞ്ഞാൽ മന്ത്രി ആൻസർ ചെയ്യേണ്ടി വരും. കാരണം ഞാനത് അപ്പം ചോദിച്ചു, ഈ അവിടെ സിഗ്നൽ വെച്ചാൽ ഈ സിഗ്നലിൻ്റെ പ്രശ്നം കാരണമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉത്തരം പറയും. അപ്പോൾ ഞാൻ ഉത്തരം പറയും, ഞാൻ റെസ്പോൺസിബിളാണ്. അപ്പോൾ അത് സ്പെസിഫിക്കേഷൻ പ്രകാരം, നിയമപ്രകാരം എവിടെയാണ് സിഗ്നൽ വെക്കേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള പിന്നെ ഇതുണ്ട്, ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം വെച്ചാൽ എനിക്ക് പ്രശ്നമില്ല. അതിൽ നിന്ന് മാറാൻ പറയുമ്പോഴാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, ഒരു ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ശക്തമായിട്ട് വാദിച്ച് ചെയ്യേണ്ടതാണ് ബ്യൂറോക്രസി. അതിവിടെ ഇല്ല, കേരളത്തിലില്ല. പക്ഷേ ബാക്കി പലയിടത്തും ബ്യൂറോക്രസി വളരെ സ്ട്രോങ് ആണ്. പക്ഷേ രാഷ്ട്രീയക്കാരും ഇടപെടേണ്ട സ്ഥലത്ത് അവരിടപെടും, ഇടപെടാൻ പറ്റില്ലാത്ത സ്ഥലത്ത്. ഇപ്പം വേറൊന്നും കൂടെ പറയാം. ഞാൻ ഒരു മന്ത്രി ഇതുപോലെ UDFൻ്റെ കാലത്ത് ഒരു മന്ത്രി എൻ്റെ അടുത്ത്, മറ്റതും UDF കാലത്താണ് പറഞ്ഞത്, ഒരു മന്ത്രി എൻ്റെ അടുത്ത്, ഞങ്ങളിങ്ങനെ അണ്ടർപാസ് ചെയ്യുമ്പം അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഈ മന്ത്രിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക, സാറേ എൻ്റെ പ്രോപ്പർട്ടി ഇങ്ങനെ ആവും, അങ്ങനെ ആവും, ഇത് വന്നാൽ പ്രശ്നമാവും. അപ്പം ഇദ്ദേഹം എല്ലാം കേട്ടിട്ട് പിന്നെ അപ്പം എൻ്റെ അടുത്ത് മന്ത്രി തിരിഞ്ഞു ചോദിച്ചു എന്താണ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റില്ല, പുള്ളിക്ക് പ്രശ്നം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ പ്രോജക്റ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ശരി, പുള്ളി അങ്ങോട്ട് തൊഴിലില്ലാതെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പുള്ളി ഈ കംപ്ലയിൻറ്റ് ചെയ്ത ആളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. പുള്ളി കുറച്ച് നേരം കേട്ടിട്ട് ശരി. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നമ്മളത് പ്രൊസീഡ് ചെയ്യട്ടോ അതോ ഹോൾഡ് ചെയ്യണോ?
പ്രൊസീഡ് ചെയ്തോളൂ. നമ്മൾ മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ, അത് നിങ്ങൾ പറയണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. അതാണ് ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ ചുമതല. അല്ലാതെ അത് നിങ്ങൾ ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞിട്ട് പോവുമല്ല. എനിക്കതുകൊണ്ട് വന്ന കംപ്ലയിൻ്റ് ചെയ്ത ആളുടെ റിക്വസ്റ്റ് എനിക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് ആ അണ്ടർപാസ് എന്നുള്ള ഇപ്പോഴും പ്രൊഫഷണലായിട്ടിരിക്കുന്നു. ഒരു തുള്ളി വെള്ളം പോലും അവിടെ കിട്ടുന്നില്ല. 20 വർഷമായി. നമ്മളിപ്പോൾ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം കുറേ കാലമായിട്ട് അത്ര ഡിസോർഡറായി കിടക്കുകയായിരുന്നു. BJPയുടെ മേയർ വന്ന സമയത്ത്, അല്ല BJP നഗരസഭ ഭരിക്കാൻ തുടങ്ങിയ സമയത്തേക്ക് കുറേ ചേഞ്ചസ് ഉണ്ടെന്ന് പറയുന്നു. അത് വിസിബിളായിട്ട് കാണുന്നുണ്ടെന്ന് പല ആൾക്കാർ പറയുന്നു, പലയിടത്തുനിന്ന് ആക്ഷേപങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം നഗരസഭയിൽ വെള്ളക്കെട്ട്, അതാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളക്കെട്ട് ഇതാദ്യമായിട്ടാണോ വരുന്നത്, അതോ അതിന് മുമ്പ് ഉണ്ടോ? ഇപ്പോൾ എന്തെങ്കിലും ഗവൺമെൻറ് എന്തെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ മേയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നഗരസഭ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തത് പരിമിതമാണോ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ലയോ? അതിനെ പറ്റിയിട്ടാണ് ഒന്നറിയാനായിട്ടുള്ളത്. ആദ്യം അവസാനം പറഞ്ഞ ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാം. അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല. പക്ഷേ നിൽക്കില്ലേ എന്ന് ചോദിച്ചാൽ നിൽക്കും. അത് ഞാൻ ഈ തിരുവനന്തപുരം നഗര റോഡ് വികസന പദ്ധതി ചെയ്തതുപോലെ ഈ കോർപ്പറേഷൻ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. രണ്ടാമത്തേത്, ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഈ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഇത് വേഗമൊന്നും തീർക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഇൻ്റർട്വൈൻഡാണ്. പക്ഷേ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പോവുകയാണെങ്കിൽ അത് ഓരോന്നും കെട്ടഴിച്ച് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ എനിക്ക് ജോലിക്ക് വേണ്ടി പറയുകയല്ല, ഇത് എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ 1 വർഷത്തിനകത്ത് തിരുവനന്തപുരത്ത് ഒരിടത്തും വെള്ളക്കെട്ടുണ്ടാകാത്ത രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാം. ഒരു ഇഫുണ്ട്, ഒരു ക്ലോസ് ഉണ്ട്, കണ്ടീഷണൽ ക്ലോസ് ഉണ്ട്. അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ ഒന്നും വരാൻ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബ്യൂറോക്രസി എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നത് കൊണ്ടാണ് ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പകുതിയും പ്രശ്നം. പിന്നെ ടെക്നിക്കലായിട്ടുമുണ്ട്. ഈ തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് ഇപ്പം നമ്മൾ പറയുന്ന ചില പോക്കറ്റ്സിലാണ് വെള്ളക്കെട്ടെന്ന് പറയുന്നത്. മഴ പെയ്താൽ വെള്ളമാണ് താഴോട്ട് വരുന്നത്. അത് മേയർ ചോദിച്ചൊരു ചോദ്യം ഒരു പത്രക്കാരന് ചോദിച്ചു, വെള്ളമല്ലേ താഴോട്ട് വരുന്നത്, അതല്ലേ താഴെ കാണുള്ളൂ. വളരെ കറക്റ്റാണ്. മഴ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ലോ. മഴയുടെ കാഠിന്യവും ഇന്നും ഇന്നലെ എല്ലാ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് കാഠിന്യം ഒരുപോലെ തന്നെ, ഒന്നും കൂടിയിട്ടും ഒന്നും കുറഞ്ഞിട്ടുമില്ല. സാറിൻ്റെ ചെറുപ്പകാലം മുതൽ ഇത്രയും വെള്ളമുണ്ട് ഇവിടെ? പിന്നെ വെള്ളമുണ്ട്, അല്ലാതെ കഴിഞ്ഞ 3 മാസം കൊണ്ട് വന്ന വെള്ളപ്പൊക്കമല്ല. അത് തീർച്ചയായിട്ടും അല്ല. 45 വർഷം വരെ കോർപ്പറേഷൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും വെള്ളക്കെട്ടുണ്ടായിരുന്നല്ലോ. ഇൻഫാക്ട് 2000 ഈ ചോദ്യത്തിന് ഞാൻ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാം. 2013 കാലഘട്ടത്തിലാണ് ഞങ്ങൾ തമ്പാനൂരും കിഴക്കേക്കോട്ടയും ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ വർക്ക് ഏറ്റെടുക്കുന്നത്. അപ്പോഴും വെള്ളക്കെട്ടാണ്. അപ്പോഴുള്ള ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട്. കാറൊക്കെ പിന്നെ ഡ്രൈവറുടെ വിൻഡോ വരെ തമ്പാനൂർ മുങ്ങിക്കിടക്കും. ഒരു മോട്ടോർ സൈക്കിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അരയ്ക്ക് മുകളിലേ കാണുള്ളൂ, വേറെ കാണില്ല. അങ്ങനെയുള്ള പല ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പണി തുടങ്ങുന്നതിന് മുമ്പേ എടുത്തു വെച്ചു. കാരണം ഞങ്ങൾക്കെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഞങ്ങൾ ഇതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് പോകും. സാർ, ഈ ടൗൺ പ്ലാനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ്, അതായത് തിരുവനന്തപുരം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് ആണ് ഞാൻ റിട്ടയർ ചെയ്യുന്നത്. 14 വർഷം, 2004 തൊട്ട് 18 വരെ. 2004 ഞങ്ങൾ ഈ പ്രോജക്റ്റ് എടുക്കുന്നത്. അതിന് മുമ്പുള്ള ഫോട്ടോഗ്രാഫ്സ് ആണ് സാർ പറയുന്നത്. അത് കഴിഞ്ഞ് ഈ റോഡ് പണി തുടങ്ങുന്നത് 2010 4 വർഷം കൊണ്ട് തീർക്കേണ്ട പ്രോജക്റ്റ് ആണെങ്കിലും പല കാരണങ്ങളാൽ നീണ്ടുപോയി. അത് തന്നെ വലിയൊരു സ്റ്റോറിയാണ്. പക്ഷേ അത് 2010-11 കാലഘട്ടത്താണ് തമ്പാനൂർ എടുക്കുന്നത്. 11 കഴിഞ്ഞു. പിന്നെ കിഴക്കേക്കോട്ട ഇതുപോലെ 13-14 എടുക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കുമ്പോൾ നല്ല വെള്ളക്കെട്ട് ഉണ്ട്. ഒരു മഴ പെയ്താൽ വെള്ളം കെട്ടും. അപ്പോൾ ഞാനിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ സ്റ്റഡി ചെയ്യണത്. ഞങ്ങൾക്ക് ശരിക്കും പ്രോജക്റ്റിൽ ഇന്നത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്താൽ മതി. പക്ഷേ ഞങ്ങൾ അങ്ങനെ അല്ല ചെയ്യുന്നത്. അഥവാ ഒരു പ്രൊഫഷണൽ അങ്ങനെ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ഒന്നും കൂടെ ആ സിറ്റുവേഷൻ ഒന്ന് കംപ്ലീറ്റ് വിശകലനം ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾക്ക് 2-3 കാര്യങ്ങൾ മനസ്സിലായി. മാഞ്ഞാലിക്കുളം റോഡിൽ നിന്ന് ഒരു പുഴ ഒഴുകുന്ന പോലാണ് വെള്ളം വരുന്നത്. ഒരു റീസണബിളി നല്ല മഴ പെയ്താൽ, സാമാന്യം നല്ലൊരു മഴ പെയ്താൽ അതുവഴി പുഴ ഒഴുകുന്ന പോലാണ് ഒഴുകുന്നത്. ഇതിൻ്റെ ഇടയിൽ
ഒരു കലുങ്ക് ഞങ്ങൾ കാണാനിടയായി. അതായത് നമ്മുടെ SS കോവിൽ റോഡിലൊരു കലുങ്ക് കാണാനിടയായി. അത് സൂക്ഷിച്ച് നോക്കിയാലേ കാണൂ, 2 സൈഡിലും കലുങ്ക്, പഴയ കലുങ്കിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വിശകലനം ചെയ്യാനായിട്ട് അന്നത്തെ പിന്നെ KSUDPയുടെ ഡയറക്ടറായിരുന്ന CEO ആയിരുന്ന ജോസ് സാർ, അദ്ദേഹം പിന്നെ കോഴിക്കോട് കളക്ടറായിട്ട് ട്രാൻസ്ഫർ ആയിപ്പോയി. അദ്ദേഹം ഞാനും കൂടെ ഇതിനകത്ത് അദ്ദേഹത്തിനെ ഏർപ്പെടുത്തി. അപ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് സ്റ്റഡി ആയിട്ട് പറയാമെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നോക്കിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കലുങ്ക് കാണാം. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ പണ്ട് ഒരു തോടുണ്ടായിരുന്നതായിട്ട് ഉണ്ട്. മാഞ്ഞാലിക്കുളത്തൊരു കുളം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നികത്തി പ്ലേ ഗ്രൗണ്ട് ആക്കി. ഇപ്പം കോർപ്പറേഷൻ്റെ ഈ 45 വർഷം ഭരിച്ച കോർപ്പറേഷൻ്റെ ബുദ്ധിയിൽ ഉദിച്ച്, നമ്മുടെ സിനിമയിലെ എളിയ ബുദ്ധിയിൽ ഉദിച്ചെന്ന് ശ്രീനിവാസൻ പറയുന്ന പോലെ ആ കുളമൊക്കെ നികത്തി. അത് ശരിക്കും ആ കുളം ഈ കംപ്ലീറ്റ് വെള്ളം കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു റിസർവോയറായിരുന്നു. അതിപ്പോൾ ഇല്ലാത്ത കാരണം മുഴുവൻ ഒഴുകി വരുന്നത്. അതിൻ്റെ ഒരു തായ്വരിയായിട്ടാണിത് പോരുന്നത്. അടിയിൽ കൂടെ പോയി ആമഴഞ്ചാന്തോടി പോകും. അത് ഇപ്പം ബ്ലോക്ക്ഡാണ്, അതില്ല അവിടെ. അപ്പോൾ ഇത് മുഴുവൻ റോഡിൽ കൂടെയാണ് വരുന്നത്. റോഡിൽ കൂടെ വന്നിട്ട് തമ്പാനൂർ ജംഗ്ഷനിലോട്ടാണ് പോകുന്നത്, റോഡിൽ കൂടെ ഒഴുകിയിട്ട്. അത് പിന്നെ ഞങ്ങൾ റോഡ് ചെയ്യുമ്പം SS കോവിൽ റോഡിലോട്ട് പോകുമായിരുന്നു. SS കോവിൽ റോഡ് വെള്ളം കെട്ടുമായിരുന്നു. SS കോവിൽ റോഡിൻ്റെ അവിടെ പൊക്കിയോടുകൂടി തിരിച്ച് തമ്പാനൂരോട്ട് തന്നെ വരുന്നത്. ഇപ്പം കഴിഞ്ഞ ഒരു 3 വർഷത്തിൽ ഇത് വെള്ളം ഒഴുക്കി തമ്പാനൂരോട്ട് വിട്ടുകൊണ്ടാണ് തമ്പാനൂർ വെള്ളക്കെട്ട് കൂടുതൽ. പോയിന്റ് നമ്പർ 1. തമ്പാനൂർ ഞങ്ങളിത് ചെയ്യുമ്പോൾ അന്നത്തെ തമ്പാനൂരിൻ്റെ കിടപ്പ് ഞാൻ പറഞ്ഞുതരാം. കിഴക്ക് തെക്കാട് കുന്ന്, കിഴക്ക് പടിഞ്ഞാറ് നമ്മുടെ കിള്ളിപ്പാലം ഏരിയ, അത് സെയിം ലെവലും കുറച്ച് താഴ്ന്നായെന്ന് പറയാം. പിന്നെ വടക്ക് സ്റ്റാച്യു അഥവാ പാളയം, അത് കുന്നാണ്. സീ ലെവലിൽ നിന്ന് പാളയം 25 മീറ്റർ പൊക്കത്തിലാണ്. പാളയം അണ്ടർപാസിൻ്റെ മുകളിൽ 25 മീറ്ററാണ് പൊക്കം. തമ്പാനൂരിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് 14 മീറ്റർ പൊക്കത്തിലാണ്. നമ്മൾ അറിയില്ല. ഇവിടുന്ന് എല്ലാം വെള്ളം ഇങ്ങോട്ടേക്കാണ്. ഇവിടുന്ന് എല്ലാം വെള്ളം ഒഴുകി തമ്പാനൂരാണ് വരുന്നത്. തമ്പാനൂരിൽ നിന്ന് ഒരു തോട് കിള്ളിപ്പാലത്ത് ചെന്ന് കിള്ളിയാറിൽ പതിക്കുന്ന ഒരു തോടുണ്ടായിരുന്നു. അത് മുഴുവൻ കയ്യേറി പലരും, അതിൽ റെയിൽവേയുമുണ്ട്. പക്ഷേ റെയിൽവേ കയ്യേറുമ്പോൾ, റെയിൽവേ എന്ന് പറയുന്നത് ഒരു പിന്നെ മുട്ടാപ്പൂക്കാരനൊന്നുമല്ല. റെയിൽവേ ഈ നമ്മുടെ MP എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർ പോയി അതിനൊരു അവരുടെ കൊണ്ട് അത് ചെയ്യിക്കാനുള്ളൊരു നടപടി എടുക്കണം. ഇപ്പം കോൺഗ്രസ് സർക്കാരല്ലേ 2014 വരെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ MPs ഒക്കെ എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? റെയിൽവേയെ കൊണ്ടൊരു കാര്യം ചെയ്യുക. നമ്മൾ റെയിൽവേ ഓവർബ്രിഡ്ജ് ഞങ്ങൾ പേട്ട റെയിൽവേ ഓവർബ്രിഡ്ജിന് വേണ്ടി അവരുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. എൻ്റെ കമ്പനി റെയിൽവേസുമായിട്ട് ഒരുപാട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. റെയിൽവേ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കുറച്ച് സമയമെടുക്കും. അവർ ഒരുപാട് പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നതല്ലല്ലോ. ആ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ തോട് ഒന്നും കൂടെ ഓപ്പൺ ചെയ്താൽ തമ്പാനൂര് ഒരു നല്ല വെള്ളക്കെട്ടിൻ്റെ ഒരു പരിഹാരമായി വരും. അത് ഓപ്പൺ ചെയ്യാൻ ആരും ശ്രമിക്കുന്നില്ല. സെക്കൻഡ് പോയിന്റ്.